ഏട്ടാ വാ കളിക്കാം. അപ്പൊ ഈ കളി അവിടെ കളിച്ചാ പോരെ? മുറ്റം ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ അവിടെ. ഇവിടെ വന്നിട്ട് പന്ത് കളിക്കാൻ നിൽക്കുക. എന്താ പണി? എന്താ പണിയെടുക്കുന്നത്? എന്ത് ഞാനിവിടെ ഇരുന്നല്ലേ? ഇവിടെ ഇരുന്നല്ലേ? നീ ഉമ്മ വെക്കല്ലേ ഇന്ന്? ഉമ്മ വെക്കല? പിന്നെ എന്താന്ന്? ആരും ഉമ്മച്ചിങ്ങൾ രണ്ടു ഉമ്മ വെച്ചേ? പിന്നെ ഞാൻ ഇന്ന് കൊട എന്തിനും മറക്കുന്നത്? എന്നെ കാണുമ്പോൾ കൊട എന്തിനും മറച്ചിന്? കൊട ചൂടല്ലേ ഏട്ടാ? എന്ത് ചൂട്? അതിന്റെ ചൂടല്ലേ? ഈ വൈകുന്നേരം വൈകുന്നേരം ചൂടിൽ കൊട കൊട ചൂട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് കൊട വേണം? കൊട വേണം? കൊടയൊന്നും വേണ്ട. എനിക്കെന്തിന് കൊട? പിന്നെന്താ വീട് വന്ന് നിങ്ങൾ എന്താ ഇങ്ങനെ ഈ ഉമ്മ വെക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലേ? അല്ല ഇത് ഇനിയിപ്പൊ ഞാള് ഉമ്മ അങ്ങ് വെച്ചി. നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? എന്താ പ്രശ്നം നിങ്ങൾക്ക്? ഒരു മറ കാണുമ്പോഴത്തേക്ക് അപ്പാട് ഉമ്മ വെക്കല? വെറുതെ വർത്താനം പറയും നിൽക്കുന്നു. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് വെറുതെ ഒരു മനസ്സമാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കാണ്ട്. ഞാൻ കുടയും ചൂട് ചിലപ്പോ കുട കൂട്ടും വലിച്ചിട്ട് കേട്ടു. രാമയ്യ ഇന്ന് പോവാന്നാ? വാ നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഇനി ബീച്ചിലും പോണാ? പിന്നെ എന്താണ് ബീച്ചിലുള്ളത്? കൊറേ വെള്ളം ഇങ്ങനെ വരും, വെള്ളം തിരിച്ചങ്ങോട്ട് പോകും തന്നെയല്ലേ? എന്റെ ഏട്ടാ വല്ലപ്പോഴല്ലേ ഒന്ന് പുറത്തിറങ്ങണേ. ബീച്ചിൽ പോണം. പിന്നെ ദേ ഇവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസ്ക്രീം ഒക്കെ പോകുമ്പോ വാങ്ങിക്കാം, ബീച്ചിലൊന്നും പോണ്ട. അതെ കഴിഞ്ഞു വെച്ചാ പറയട്ടാ. വാണ ഇങ്ങോട്ട്. ഞാനില്ല കളി. അതാ എന്താ ലോട്ടറിയാ? ലോട്ടറി എടുക്കാറില്ല ഞാന്. ലോട്ടറി എടുക്കാറില്ലടോ. ലോട്ടറി വേണ്ട കേട്ടാ. അച്ഛനും മോളാ? ഞങ്ങൾ ലവർ. എന്നുവെച്ചാല് കല്യാണം കഴിയാൻ പോകും. എനിക്കെത്ര വയസ്സായി? 53. എത്ര? 53. 83. 53. 53. എന്റെ മോനെ, എനിക്കെത്ര വയസ്സായി? 24. നല്ല കൊമ്പല്ല മോനെ പിടിച്ചിട്ട്. ശരി ശരി, ഇങ്ങനെ പ്രായമുള്ളവർക്ക് ഈ അസുഖമുള്ളതാ. തുലാവർഷത്തിൽ ഇത്ര കൊടി ഉണ്ടായി. എന്താണ്? മതി മതി, അതെ പോവാ, സമയായി പോവാ. ഇനി എന്താ ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം വൈകും. പോടാ. ബീച്ചിൽ പോണം. ബീച്ചിലൊന്നും പോണ്ട. എന്താ ബീച്ചില്? വാ. കുടുംബസമേതല്ലോ ഒന്നുമല്ല, ഒന്നിങ്ങനെ പാർക്കിലൊക്കെ ഒന്നും. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി കൊറേ ദിവസമായി വിചാരിക്കണു. പിന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോ ഇവൾക്ക് അപ്പം മുടയാണ്. ഒന്നുമില്ലാന്ന്. പോട്ടെ, ഒരു തേങ്ങയും കാഴ്ചക്കില്ല. രസേട്ടാ എന്ത് ഈ പറഞ്ഞു? എന്താ ഇവിടെ വന്നിട്ട് പന്ത് കളിക്കാണ്? ആ കളിക്കണം, അവിടെയും കളിച്ചൂടെ? എന്താ ഈ മനുഷ്യൻ പറഞ്ഞു? അങ്ങനെയാണ് പാർക്ക് പിന്നെ എന്തിനാണ്? എന്താ പരിപാടി? എന്താ അങ്ങനെ പോണു? ഞങ്ങളേ ഒരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചിട്ട് നിൽക്കാണ്. സിനിമയ്ക്കോ? എന്താ പോരുണ്ടോ? ഏയ് സിനിമ കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. എന്ത് സിനിമ? എല്ലാ സിനിമയും ഒരേ കഥ, ഒരേ ഇടി, തലമണ്ട തല്ലി പൊട്ടിക്കണ എനിക്ക് കാണാൻ വയ്യാതാണ്. നിങ്ങൾ വെറുതെ ഇപ്പൊ സിനിമയുടെ കഥ വായിക്കാനൊന്നല്ല പോണത്, ഞങ്ങളൊരു രസത്തിന് പോവാണ്. വേണ്ടടാ, നല്ലതല്ല ഈ സിനിമയൊന്നും. വെറുതെ അതെ ഇതാ കുട്ടി അമ്മയോട് ചെന്ന് പറയും, നല്ല കാര്യം നടക്കുള്ളൂ. അതെ വരണ്ടെങ്കിൽ വരിയും. വേറെ കാര്യം, നമ്മുടെ മൊയ്ത് വന്നിട്ട് കേൾപ്പെന്ന് അറിഞ്ഞാ? ഞാൻ ആരോ പറഞ്ഞു എന്നോട്. ആരോ പറഞ്ഞതെന്ന് ഓർമ്മയില്ല.
അപ്പൊ വിളിച്ച ഒരു ദിവസം ഒന്ന് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടേ. ഓ എന്തായിരിക്കാലോ. ആ അപ്പൊ പറഞ്ഞിങ്ങനെ എല്ലാരും കൂടി ഒന്ന് ഇരിക്കണം എന്നുണ്ട്. എന്താ 10 ദിവസമായിട്ടേ ഉള്ളൂ അവനക്ക്. ആയിക്കോട്ടെ നമുക്ക് ഇരിക്കാം. അപ്പൊ ഒന്ന് കൂടിയാലോ? ഇന്ന് കൂടണോ? ഇന്ന് പറ്റില്ല, ഞാൻ നിന്റെ കുട്ടീനായിട്ട് സിനിമയ്ക്ക് പോവാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അല്ല സിനിമയ്ക്ക് പിന്നെയും പോവാലോ. അല്ലല്ല അതല്ല, ഇവളുടെ കാര്യം കേട്ടുള്ള ബാക്കി എന്ത് കാര്യം. അതെ അല്ലേ. എന്നാ പിന്നെ നാളെ ആയിക്കോട്ടെ. നാളെ നമുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ സിനിമയ്ക്ക് വരണില്ല? ഇല്ല സിനിമയ്ക്ക് നമുക്ക് പോവാ. ശരി എന്നാ. ഭയങ്കര പിസ്കനാണ്. 10 പൈസ ചെലവാക്കില്ല, കുട്ടികൾക്ക് ഒരു സാധനം മേടിച്ചു കൊടുക്കില്ല. എന്ത് നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാല്? സിനിമയ്ക്കൊന്നും പോണ്ടടി. എന്ത് സിനിമ കാണാൻ പറ്റിയ സിനിമ ഒന്നുമില്ലടാ. എന്നാ ബീച്ചിൽ പോവാം. വെറുതെ കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിട്ട് പോകണ്ട. എന്താ വേണ്ടിക്കുന്നു? എന്താ പിടിക്കാൻ പാടില്ലേ? അല്ല ഈ കുട പിടിച്ചിട്ടൊന്നും വേണ്ടിക്കുന്നു? കുട പിടിക്കാൻ പാടില്ല. ഇത് ഞങ്ങൾ കുട വാങ്ങിച്ചപ്പോ ഞങ്ങൾക്ക് വെക്കാൻ പാടില്ലേ? അതിന് മറക്കുന്നു. ഇപ്പം ഞങ്ങളുടെ കുട ഞങ്ങൾ മറക്കാതിരിക്കാം. തനിക്കെന്താ? നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങളെ കുടയും നിങ്ങൾ എല്ലാം ഒന്നിച്ച് എന്തും ചെയ്യാൻ പറ്റുമോ പൊതുസ്ഥലത്തുനിന്ന്? ഇത് തന്റെ ഉറപ്പൊന്നുമല്ലല്ലോ. ഞാനിന്റെ കാവൽക്കാരനാണ്. കാവൽക്കാരനായ കാവൽമാനായിട്ട് അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഞാൻ തന്റെ കാര്യം നോക്കി പോകും. ഭയങ്കര ഇത് ഭാര്യയാണ്. ഭാര്യ കല്യാണം കഴിച്ചാണ്? താലി ഉണ്ടാ? താലി അതെ അതെ. അപ്പൊ സിന്ദൂരം ഇട്ടിട്ടില്ല? അല്ല സിന്ദൂരം തീർന്നുപോയി. കല്യാണം കഴിച്ചാണല്ലേ? കല്യാണം കഴിച്ചാ. എന്നാ വാ ആടി ഇരിക്കും. ഇതല്ലേ നല്ല സുഖം. ആടി ഈ മരം കിട്ടിയിട്ട് എന്തിനു നിൽക്കുന്നു? നല്ല റൊമാൻറ്റിക് ആയതുകൊണ്ട്. ആടിയും റൊമാൻറ്റിക് കിട്ടൂലേ? വാ അവിടെ ഇരിക്കും. വാ നമ്മള് ഇവിടെ ഇരിക്കും. ഞാൻ അന്നേരം വിചാരിച്ചിനി നിങ്ങൾക്ക് കുട കാണുന്നില്ല. അപ്പൊ ഈ കല്യാണം കഴിച്ചെന്നെ എനിക്ക് മനസ്സിലായി. എടുക്കാൻ മറന്നു. എന്നാ ഇവിടെ ഇരിക്കും കേട്ടോ. ശരി. എന്തെങ്കിലും ഇവിടെ വരാൻ പറ്റുള്ളൂ. എന്താ സൂര്യകാന്തിപൂവിന്റെ ഫോട്ടോ? ഓക്കെ അത് കലക്ക് സത്യേട്ടാ. ദക്ഷിണ വെച്ചത് എവിടെയാണ്? മോശമാണ് സംഭവം. ഇതൊക്കെ മോശമാണ്. എന്ത് മോശം? ഈ നമ്പർ മേടിച്ച നമ്പർ വാങ്ങിച്ചില്ല. നമ്പർ മേടിച്ചാണ്ട് പിന്നെ എങ്ങനെ ഈ ചിത്രമൊക്കെ വരുന്നത്? കോമേ എന്ത് വാർത്താനാ പറഞ്ഞു നീ? ഇത് ആപ്പ് വഴിയാണ്, നമ്പർ ഒന്നും ഇല്ല, ചാറ്റിങ് മാത്രം. ഞാൻ ചോദിച്ചു ആ നമ്പർ താ, അപ്പൊ നമുക്ക് വിളിക്കാലോ. പുള്ളിക്കാരത്തി പറഞ്ഞ എന്താ വെച്ചാല് നമുക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം മതി ഈ ഫോൺ വിളി പരിപാടി. കുറച്ച് മാന്യതുള്ള ആൾക്കാരാണ്. അല്ല തൃപ്തിയായില്ലെങ്കിൽ പിന്നെ ആ ബന്ധത്തിന് നിൽക്കണ്ടല്ലോ. ഇല്ല വേണ്ടല്ല. അപ്പൊ എനിക്ക് ആലോചിച്ചപ്പോ അത് ശരിയാ. അപ്പൊ പിന്നെ മെസ്സേജ് മതി. അസലായിട്ട് പിന്നെ ചാറ്റ് നടക്കുന്നുണ്ട്. നല്ല കുട്ടിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്ത. അല്ല ഫോട്ടോ ഒന്ന് അയച്ചു തന്നെ ഒന്ന് കാണായിരുന്നത്. ഫോട്ടോ അയച്ചു തന്നില്ല, ഞാനത് ചോദിച്ചേ. എന്താ അത്ര താല്പര്യത്തിന് ആൾക്കാർ? അപ്പൊ എന്താ കാലിന്റെ ഒരു ഫോട്ടോ അയച്ചു തന്നെ. അയ്യോ നടത്തുണ്ടോ? ഇല്ല ഇല്ല, തുടക്കത്തില് കാല് മതി. പിന്നെ നമ്മള് ബന്ധം മുറുകുമ്പോഴേക്കും അതങ്ങോട്ട് പൊങ്ങി വന്നോളും. വീഡിയോ ഒക്കെ അയച്ചു തുടങ്ങുപോയി. അപ്പൊ ഇങ്ങട് കാലയച്ചു തന്നപ്പോ ഞാൻ കയ്യാണ് അയച്ചു കൊടുത്തു. ഇത് മറ്റേ നേർച്ച 1/4 രൂപ ഒക്കെ കൊടുക്കൂലേ, കൈ തന്നപ്പോ കാല് കൊടുത്ത്. എന്തെങ്കിലും ആവട്ടെ, സംഗതി ട്രാക്ക് ആയാലോ. അല്ല സത്യ, നിന്നെ പോലെ തന്നെ ഈ പെണ്ണും കല്യാണം കഴിച്ചല്ലേ? പിന്നെ കല്യാണം കഴിക്കാതെ. അല്ല എന്നാലും ഈ ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ചെയ്യണതേ? മോശല്ലേ? എന്ത് മോശമൊന്ന്. ഇപ്പൊ നമുക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് കിട്ടണത് നമുക്ക് തൃപ്തിയുള്ളവരല്ലല്ല, പൂർണ്ണ ഇഷ്ടമുള്ളവരല്ലല്ല, പോയി പെട്ടുപോണതല്ലേ. ഇപ്പൊ അവരവരുടെ വേവ് ലെങ്ത് അനുസരിച്ച് സംസാരിക്കാൻ പറ്റണവരോട് ചാറ്റ് ചെയ്യേ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യണതിൽ എന്താ തെറ്റ്? ഇല്ലേ? ഒരു തെറ്റുമില്ല. ഇത് വേറൊരു രസം. അതെ, ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാരും സമയത്ത് എത്തണം. പിന്നെന്താ പോവാലോ.
എന്താണ് നമ്മുടെ ഷുഗറിന്റെ ഗുളിക ഇതെന്നും കഴിക്കാന്നും പറഞ്ഞ് കഴിക്കില്ല എന്നിട്ട് ഞാനീ പിന്നെ കിടന്ന് കഴിപ്പിക്കണം. അതല്ലേ നിന്നെ കല്യാണം കഴിപ്പിച്ചേക്കണം. എന്നെ കൊണ്ട് പറ്റൂതെല്ലാം കൂടി നോക്കി. എനിക്ക് ചായ എടുക്കട്ടെ? പോയിക്കോ നീ. ചായ ശീതളിന്റെ പഞ്ചാര തന്നെ മതി. അതെ സത്യേട്ടാ, ഇപ്പൊ നാളെ നിങ്ങൾ തമ്മിൽ കാണാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? കാണും. അപ്പൊ ഫോട്ടോ ഒന്നും നല്ല നമ്പറും ഇല്ല, പിന്നെ എങ്ങനെ തിരിച്ചറിയും? അതിന് മെസ്സേജ് അയച്ചാൽ എന്താ അറിയോ, നമ്മൾ തമ്മിൽ നേരിട്ട് കാണുമ്പോ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആളുകളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ മാനസികമായിട്ടുള്ള ഒരു പൊരുത്തുണ്ടെങ്കിൽ കണ്ണുകൾ പറയുന്ന പറഞ്ഞു. അതാണ് സൈക്കോളജി. മനസ്സിലാവേണ്ട മനസ്സിന്റെ താല്പര്യമാണ് വലുതേ. എല്ലാതും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ നടന്ന മനുഷ്യരാണ് അല്ലേ? ആ കയ്യിന് കാണിച്ചേ. എന്താണ്? വലിയ നന്ദിയുണ്ട്. ഇപ്പൊ ഒരു സുഖത്തോന്നല്ലേ മനസ്സില്? പിന്നെ അത്രേ വേണ്ടുള്ളൂ. മനസ്സിന് സമാധാനമാണ് വേണ്ടത്. പിന്നെ ജീവിതമാണല്ലോ, അത് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കും. നല്ല സുഖമുണ്ട്. അതാണ് വേണ്ടത്. അല്ലാണ്ട് വെറുതെ ഞാനിവിടെ വഴി തന്നെ ഉണ്ട്. ഇല്ല മുത്തേ, വഴി തന്നെയുണ്ട്. വരണ് ആരാണ്? ഭാര്യ. പേടിയാണേ, ഭാര്യന് ഭയങ്കര പേടിയാണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യോഗ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുണ്ട് കുറെ. അത് ജീവിതം എന്ന് പറഞ്ഞ ഒരെണ്ണുള്ളൂ. അത് സന്തോഷിക്കുക. അല്ലാണ്ട് സൂതേണ്ടമാര് ന്യായം തത്വമൊക്കെ പറഞ്ഞ് നടന്ന് ജീവിതം കളഞ്ഞിട്ടുള്ള കാര്യമില്ല. നമ്മളെ കയ്യില് സ്നേഹം കുറയാണ് കെടുക്കണതേ. അത് ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ കൊണ്ടേ കൊടുക്കുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല. ലോകത്ത് എത്ര ആൾക്കാരുണ്ട്, എല്ലാവർക്കും വീതിച്ച് കൊടുക്കട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. എന്റെ പോളസി ഏതാണ്? ഏതാണ്? വേണേ നോക്കോ. അതൊക്കെ വേണമെന്ന് മുഖത്ത് നോക്കി അറിയില്ലേ? സന്തോഷം ആവശ്യമില്ലാത്ത ആൾക്കാരാരാണ്? മടിച്ചൊന്നും നിക്കണ്ട, വഴി നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക്. എന്നാ ഞാൻ പോട്ടെ. ശരിയാപ്പോ ടൗണിൽ പോയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒരു ബെൽറ്റും വാങ്ങിക്കണം. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇനി പെണ്ണിനെ തിരിച്ചറിയാണ്ട് പോകണ്ട. അങ്ങനെയൊന്നും വരില്ല. അപ്പൊ ശരി. ശരിയാപ്പോ പൊളിക്കാപ്പോ. കാരണം നേരത്തെ കണ്ണട മാറ്റണേ, കണ്ണും തമ്മിലാ തിരിച്ചറിയൂ. ആലോചിക്കല്ലേ? ഒരു കണക്കിനൊക്കെ നല്ലതല്ലേ? ഒരു കണക്കിനല്ല, എല്ലാ കണക്കിനും നല്ലതാണ്. വെറുതെ ജീവിതം പാടാക്കണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാ പോട്ടെ ഞാന്. എന്തായാലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാം. ആയിക്കോട്ടെ. മണ്ട പോയാൽ കവുങ്ങമാരി ആവരുത്, നേരെ ചൊവ്വ നടക്കും. എന്നാലും ഈ ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞ
ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? എന്താ? അല്ല, ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കണോ? അതെ. ആരെയാ? ഹസ്ബൻഡ്. ഹസ്ബൻഡ്. എന്തൊക്കെയാണ്? എന്താ സുഖം സുഖം സുഖം. സ്റ്റൈലായിട്ടല്ലോ. ഒന്നുമല്ല. ഇതെന്താണ്ട് ഐ വി ശശിയുടെ തൊപ്പിയൊക്കെ വിൽക്കുക. വേണേ. എന്താ ഇവിടെ ഒരു പരിപാടി? ഇല്ല, ഞാൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ എവിടെയാ? പാർക്കിലോ? എന്ത് മീറ്റിംഗ്? അല്ല, അത് ഔപചാരികമായിട്ടുള്ള മീറ്റിംഗ് അല്ല, നമ്മുടെ ഒരു മെഡിസിന്റെ 1-2 ആളുകളെ കാണാനൊക്കെ ഉണ്ട്. അതാണ്. സത്യം പറയാലോ, എന്നെ പഴയലും ഒരു ലുക്ക് കൂടിയുണ്ട്. ഒരു 12 വയസ്സ് കുറഞ്ഞായിരുന്നു. ഒരു 5-6 കല്യാണം കഴിച്ച ഒരു മേനി. സംഗതി എന്തായാലും ചുള്ളം തന്നെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെ കാണുമ്പോ കാച്ചാത്ത പപ്പടമായിരിക്കും, ഒരു ഉഷാറില്ല. ഇപ്പൊ അതല്ല കേട്ടോ, വേറെ സെറ്റപ്പായി. വേറെ എന്തൊക്കെ ഞാൻ ആ പോളിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലോ. പോളിസൊക്കെ എടുക്കാടോ, ഈ പാർക്കിൽ വന്നാലും പോളിസിയാണ്. എപ്പോഴും നിങ്ങളിത് പറഞ്ഞു ഈ അല്ലേ? പറയാ, എന്റെ കാര്യങ്ങളൊക്കെ പറയടാ. ഇവളെന്താ ഇവിടെ? നിങ്ങളെ മാത്രമേ കിട്ടാതെ കേട്ടോ. അല്ല, നമുക്ക് കാണാം. ഒരു മിനിറ്റ്. ഒരു കാര്യം പറയണ്ടോ? ഞാൻ വരാം. അവിടെ അല്ലേ? ഓരോന്ന് പറഞ്ഞിട്ട് വീർപ്പിച്ചിട്ടല്ലേ എന്തോ ഒരു തിക്കളി ഉണ്ടോ? എന്റെ ദൈവമേ, ഇവളെന്താ ഇവിടെ? ഇനി ഇവളെങ്ങാനും ആയിരിക്കും. ശരി, വെച്ച് നോക്കാം. എത്തിയോ? നിറം ശീതള, ഇവള് നിന്നെ പറ്റിക്കാണടാ.